ഇജിഞ്ഞി നോക്കാം മല മറിച്ച് നോലോച്ചിട്ട് കാര്യമില്ല. ഇവിടെ സ്കൂൾക്ക് പോക്ക് നിർബന്ധ. കല്ലെടുത്തറിഞ്ഞാലേ ജോനെന്തിനാ കല്ലെടുത്തറി ക്ലാസ് നിർത്തണം. അതായത് ഒരു പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതാണ്, ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഫുള്ള് സ്ട്രിക്റ്റ് അല്ല, എന്നാൽ ഫുള്ള് അയച്ചു വിട്ടുകൊണ്ട് സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യത്തിനെ കൊണ്ടുള്ളൊരു ഒരു വല. നമ്മൾ സന്തോഷം ബിൽഡ് ചെയ്യണം. നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊണ്ടുവരണം. അവിടെയാണ് നമ്മൾ വിജയിക്കണത്. ഇപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നിയാൽ അപ്പം കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും പറയലേ, ഞാൻ അല്ലാത്ത ഗ്യാപ്പിൽ ഗോൾ അടിക്കാതെ നോക്കുക എല്ലാ വ്ളോഗേഴ്സിനോടും പറയലേ, അൻഷഫ് മുനിക്കൽ വിൽ ബാക്ക്. പെരുമഴ, കാറ്റ്, കാറ്റ്, ഐ ലവ് യു കാറ്റ്, ഐ ലവ് യു മഴ. ഷാജുകൂടി വലുതായിട്ട് LKG പോകുമ്പോൾ ഞങ്ങൾ കണ്ടാളോ ഒറ്റക്ക് നല്ല രസിക്കാറില്ലേ? നല്ല മഴ, നല്ല ഒറ്റക്കും, നല്ല തണുപ്പും, നല്ല പുതപ്പും. ക്യാമറ വാങ്ങിയിരിക്കണേ. ഞാൻ എൻ്റെ ട്രൗസറിൽ തുറക്കട്ടെ. ട്രൗസറിൽ തുടക്കണ്ട്. നിങ്ങളെ മുഖത്ത് തട്ടിയാവല്ലേ? നമുക്ക് തീരെ വെജ് അല്ലേ? ഉണ്ടാക്കിയ ഫുള്ള് വെജാ. ഹലോ ഗൈസ്, രാവിലെ ചീനിങ്ങോണ്ടോ മഴക്കാറ് മതിരിയാണോ എന്റെ സ്വഭാവം? എന്താണ് സംഭവം? അതാണ് സംഭവം. എന്താണ് തെളിയിച്ചു പറയേ? തൊള്ള തുറന്ന് പറയണ. ഊവല്ല, സ്കൂൾ എന്ത്? തിന്നാണി അന്നേ മറ്റേ ഇവിടെ കൊണ്ടുപോയിട്ടെ കേട്ടോ. സ്റ്റേഷൻ കൊണ്ടോട്ടെ, പോലീസ് സ്റ്റേഷൻ. സ്കൂൾക്ക് പോകുമ്പോ എന്താ സ്കൂളിൽ എന്നാ ലീവ് എന്നാ? നാളെ സ്കൂളില് ശനിയാഴ്ചല്ലേ? വേഗം തിന്നോ, നാളെ മറ്റന്നാള് ലീവല്ലേ? 2 ദിവസം ലീവല്ലേ? എന്താ വേണ്ടേ? ഇങ്ങോട്ട് നോക്ക് എന്താ വേണ്ടേ? 2 ദിവസം ലീവാണ്. 3 ദിവസോ? എന്നായിക്കോട്ടെ, 3 ദിവസം ലീവ് ഉണ്ട്. വേഗം തിന്നോ. നമുക്ക് പറയാം 3 ദിവസം ലീവ് തരാൻ പറയോ? വേഗം നോക്ക്, വേഗം തിന്നോ. എന്നാ പട്ടിണി എടുത്ത് പോയിക്കോട്ടോ. എന്തായാലും എന്റെ സ്കൂൾക്ക് നോക്ക്. ഇവിടെ സ്കൂൾക്ക് പോകാതെ നിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല കേട്ടോ. സ്കൂൾക്ക് പോകുക എന്നുള്ളത് ഇവിടെ നിർബന്ധമാണ്. അനക്കായിട്ട് ഇവിടെ ഒരു പ്രത്യേകത. ഈ ലോകത്തിലെ എന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, എന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾക്ക് പോക്ക് നിർബന്ധമാണ്. റിബുനായാലും സിധുവിനായാലും ഏത് നിഷുവിനായാലും എല്ലാവർക്കും പോക്ക് നിർബന്ധമാണ്. എനക്കായിട്ടൊരു ഒരു പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ +2 വരെ പഠിച്ചത് ഇവിടെ നിർബന്ധമാണ്. പോലീസ് കേസാണ് പ്രശ്നം. ഡിഗ്രി ഇപ്പൊ നിർബന്ധമല്ല, പക്ഷെ +2 വരെ പഠിക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഡിഗ്രി ഒക്കെ പിന്നെ നമ്മളെ ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്താൽ മതി. +2 വരെ പോലീസ് പിടിച്ചാക്കാൻ നിൽക്കണമെങ്കിലാണ് പഠിക്കേണ്ടത്. ഒന്ന് വന്നിട്ട് എന്താ കുനാഫ് കൊടുക്കണം കേട്ടോ. ഇബ്രാഹിമേ, എന്റെ അഞ്ചന്റെ വിചാരം എന്താ അറിയോ? ഓനക്ക് തോന്നുമ്പോ സ്കൂൾക്ക് പോകാതെക്കാനൊക്കെ പറ്റുന്ന, എന്നിട്ട് ഇങ്ങനെ നൊലോളിച്ചാലേ ഓനങ്ങോട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കാതെ ഇജിഞ്ഞി നോക്കാം മല മറിച്ച് നൊലോളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സ്കൂൾക്ക് പോക്ക് നിർബന്ധ. മനസ്സിലായോ? നാളെ ലീവ് എടുത്തോ, മറ്റന്നാള് ലീവ് എടുത്തോ. അത് കഴിഞ്ഞാല് പിറ്റേന്ന് വീണ്ടും തുടങ്ങും തിങ്കളാഴ്ച മുതല് ശനിയാഴ്ച വരെ.
കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂൾക്ക്. ടിഷുവാ ചെരുപ്പിട്ടാണ് ടിഷ്യൂനൊന്നും മടിയിൽ വെച്ചാൽ ഞാൻ അവനക്ക് ചെരുപ്പ് മടിയിൽ വെക്കാനല്ലേ പറഞ്ഞ ഇരിക്കവിടെ അല്ല സോഫി പോയി ഇരിക്ക്. അതിനങ്ങനെ ഒന്ന് നിന്നുകാടെ തുഞ്ചത്ത് നിക്കണേ. എടാ ഒഴിച്ചാലേ ആ ബസ്സിലില്ലോലെ എല്ലാരും കാണും ഓയിലും ചെയ്യും. ഒമ്പതര ഇരിക്കണല്ലോ. കുട്ടിനെ കാട്ടിക്ക ബസ്സാണ് വരുന്നത്. ആകെ പറയിപ്പിച്ചാ കേട്ടോ. ഓന്റെ വിചാരം ഒഴിച്ചാലും അങ്ങോട്ട് ഓനെ സ്കൂളിൽ നിന്നാട്ട് ഒഴിവാക്കി കൊടുക്കുന്നു. എന്റെ ബാഗ് കുടിച്ച ഓൻ്റെ കുടിച്ചല് പാട്ടൊക്കെ ചിർച്ച ഞങ്ങൾക്ക് ചിറി വരിക ഇവിടെ വാ നമുക്ക് പൊട്ടിച്ചും നല്ലോണം കിട്ടും. എന്തായാലും അന്നു സ്കൂൾ ആരുടെ കാര്യമില്ല മോനെ, കാര്യമില്ല. ഇവിടെ അത് നടക്കൂല ട്ടോ. ഇന്നേ അടുത്ത കൊല്ലം മുതലേ ജിബ്രാനും ഇതേപോലെ വരും 10ാം ക്ലാസ് വരെ +2 വരെ. ഈ ലൈറ്റാണ് എറിഞ്ഞിക്കണേ. എന്റെ കയ്യിലുള്ള നോക്ക്. ഞാനൊരു നല്ല ചുള്ളലെടുത്താലോ തീർച്ചെടുക്കണ്ടവനെ അതിനൊന്നും. ഓന്റെ വിചാരം എന്താ അറിയോ, കൊറേ വാശിയും കുയിലും കാട്ടിയാല് ചട്ടക്കെടുത്തു പതുക്കെ പറഞ്ഞാൽ ബുക്കല്ല ഞാൻ കൊണ്ടുവരാതെ. ബേബിയേ ബേബി ജിബ്രാൻ കിച്ചൻ പിടിച്ചെന്നാല് ബാഗ് ആണല്ലോ. ഇതുകൊണ്ട് ഈ കാര്യം കിട്ടുക, അത് പതുക്കല്ലേ കിട്ടുക. അമറടി ഇട്ട് വിടും ഞാൻ മൗണ്ടാവണം. ആ പെരീത്തെ പെരക്കാരൊക്കെ മൊത്തം നോക്കണം എന്നെ കേട്ടോ. എന്തൊക്കെ എഴുതിക്കണേ അവിടുന്ന് ചെറിയ കുട്ടി വണ്ടിയിലാറെ ചെറിയ കുട്ടിയാണ്. അംഗൻവാടി കൊണ്ട കുട്ടിയാണ് വലിയ സാന്തിത്തെ സ്കൂളിൽ കൂടുന്നത്. അതാ തല്ലണ ടീച്ചർമാരൊക്കെ അതാത്ത പറയുന്ന കേട്ടജി എൻ്റെ ഉപ്പച്ചൊക്കെ അങ്ങനെ പോയിനത് കണ്ടോ. അത് ഓന്റെ വിചാരം എന്താ അറിയോ, ഇങ്ങോട്ട് വന്നോ കിട്ടും എനിക്ക്. അന്ന ഞാൻ തല്ലണ്ട എഴുതി നോക്കുമ്പോ നടക്കടാ ബസ്സാണ് വരുന്നില്ല. എന്ത് തണുപ്പൊന്നുമില്ല ഇവിടെ നിന്നാൽ ഇവിടെ എല്ലായിടത്തും തണുപ്പ് തന്നെയാണ്. അന്ന് ഇവിടെ വെയിലായിട്ടാണ് അങ്ങോട്ട് നിൽക്കാറുള്ളത്. എടേ നാളെ പറഞ്ഞേക്കണ്ട കേട്ടോ അബ്രുവിനെ, നാളെയും പറഞ്ഞേക്കണ്ട മറ്റന്നാൾ. ഇന്നെന്തായാലും ഓൻ്റെ വിചാരം ഇന്നിങ്ങനെ മാറ്റിയൊക്കെ കൊടുത്തുകൊണ്ട് ഓനെ ഒഴിവാക്കി കൊടുക്കുന്ന ഓൻ്റെ ഒരു കോമഡിയില്ല കുഞ്ഞോള്. നാളെ മറ്റന്നാൾ ലീവ് എടുത്തോട്ടെ, കളിച്ചോട്ടെ. കുട്ടികളെ കളിച്ചും വളരണം കുറച്ചൊക്കെ കേട്ടോ. വെറും പഠിക്കുക എന്നുള്ളതല്ല. നാളെ എനിക്ക് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. ഓനെ നാളെ പറഞ്ഞേക്കണില്ല, നാളെ മറ്റന്നാൾ 2 ദിവസം ലീവ് എടുത്തോട്ടെ. ഇജ എങ്ങനെ തൊള്ളട്ട് കൊണ്ടെന്ന് ഒലോച്ചിട്ട് കൊല്ലടോ ഓർക്കൊലോച്ചി ഓർക്കൊരു ഒന്ന് ചവിട്ടാൻ വീട്ടിൽ ടിഷോന്റെ ചിറുക്കൊന്ന് കുടിച്ചാ
ടിഷ്യോ പിന്നെ പോണ്ട് അടന്നാ ജോട് മാറുന്ന ഇങ്ങോട്ട് മാറിക്ക് ഞാൻ കൊണ്ട് പോട്ടെ കടി അല്ല കൊഞ്ചാൻ പാടില്ലല്ലോ. എന്താടാ എന്താണ് ജിബ്രാൻ? എന്താണ് ജിബ്രാൻ? ഇഞ്ചല്ലേ ആ ബസ് 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 അവൻ്റെ മുഖം ഒന്ന് തുടച്ചെടുത്തിട്ട് ആ നാളെ മുതൽ പോകണ്ട കേട്ടോ. ഇന്ന് പോയോ? നാളെ മുതൽ പോകണ്ട. ഇന്നൊക്കെ ഇന്ന് ടീച്ചറോട് പറഞ്ഞതാണ് ഇന്ന് വരുന്ന്. കല്ലെടുത്തെറിഞ്ഞാല് ജോൻ എന്തിനാ കല്ലെടുത്തെറിയണേ? ഇബ്രുക്കാക്ക് കണ്ട എന്നെ നോക്കണ്ടാകുക കള്ളന്മാര് പിടിച്ചോണ്ടായാല് ക്ലാസ് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ട് കേട്ടിക്കോ പോട്ടെ ഇത് പിടിച്ച അറിയില്ല രാവിലെ എങ്ങനെയാണ് ഞങ്ങൾ സ്കൂട്ടി മാക്കി കൊടുത്താ മതി. നല്ലോണേ പെരി പോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടേ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടാനേ വിചാരേ അങ്ങനെ ചെറിയ കുട്ടികളാണ് അവിടെ ഇരിക്കണത്. അതെ ഇന്നെ കുറച്ച് നമ്മളെന്താ അറിയോ ഈ വാശിക്ക് നമ്മൾ നിന്ന് കൊടുക്കാനുള്ള പ്രശ്നം എന്താ അറിയോ? ഇത് ഓനൊരു പാടാവണം. എന്ത് നിങ്ങൾ കരുതി ഞാൻ എന്തിനാണ് ഓനെങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? ഇന്നോനെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ഓന് മടിയേക്കാരം സ്കൂളിൽ പോകാൻ. നേരെ മറിച്ച് ഇന്നവൻ പറഞ്ഞയച്ചാൽ പിന്നെ അവർക്ക് മനസ്സിലാവും സ്കൂൾക്ക് പോകാതൊക്കെ ഒരു നടപടി അവന് കേസില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഓനെ കൊണ്ടാക്കാൻ. ഓക്കെ നോക്കാണ് സ്കൂള് കട്ടാക്കിയാണ്ടേ പെറ്റിക്കൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയായിരുന്നാണ് ഇതേമാതിരി സ്കൂള് കട്ട് ചെയ്യലൊക്കെ. കുട്ടി നല്ല കുട്ടിയാണ്. എനിക്കതിന് ബുദ്ധിയുണ്ടേ. ഇത് പഠിച്ച് പോലീസുകാരനും ഡോക്ടറൊക്കെ ആകാനല്ലേ. ഇപ്പം കണ്ടില്ലേ മടിയും കാട്ടിക്കാണ്ട് പേരുന്നോളി നോക്കാണ് ചെറുക്കന് ഗുനാഫ് എടുത്തേക്കണ്. ഇതിന്റെ പേരെന്താ അറിയോ? ഇബ്രുവിനോടും പറയരുതിട്ടോ. പറയരുതിട്ടോ. എനിക്ക് പിസ്താശ ഗുനാഫ് കിട്ടിയത് ഇതൊരു പൊട്ടനെ ഉള്ളു. അത് എനിക്ക് തന്നിക്കാണ്. അതിന്റെ ഉള്ളിൽ കണ്ടിട്ട് റോസും പച്ചൊക്കെ വെറുതെ മൂന്തി കുത്തി തിന്നട്ടോ. 10 മിനിറ്റ് ടൈം വരും കേട്ടോ. ബസ്സത്തെ കാക്കൊക്കെ എന്തൊക്കെ എത്ര ചെറിയ കൊഞ്ചു കുട്ടിയാണ് എത്തി. നാളെ കളിയാക്കോ? നാളെ തിങ്കളാഴ്ച പോകുമ്പോ ഇപ്പൊ നാളെ എനിക്ക് ലീവാണ്. കേട്ടോക്ക് നാളെ എനിക്ക് സ്കൂളിൽ ലീവാ, മറ്റന്നാളും ലീവാ. അതല്ലേ വേണ്ടത് എനിക്ക്. പിന്നെ അതിന്റെ പിറ്റേന്ന് മടിയില്ലാതെ പോകും വേണം കേട്ടോ. കൊറേ ദിവസം പോണില്ല ചെറിയ അടിച്ചു പൊട്ടിച്ചു. നാളെയും മറ്റന്നാളും 2 ദിവസമുണ്ട് കളിച്ചാന്. 3 അല്ല 2 ദിവസമുള്ളൂ സ്കൂളിൽ നിന്ന് തരിക. പിന്നെ തിങ്കളാഴ്ച മുതൽ പോകുക. എന്നിട്ട് ചൊവ്വയും ബുധനും വ്യാഴം വെള്ളിയും പോകുക 4 ദിവസം. പിന്നെ 2 ദിവസം പിന്നെയും ലീവ് കിട്ടും. പിന്നെ ചൊവ്വ ബുധന് വ്യാഴം വെള്ളി പോവുക.
ശനി ഞായറും ലീവ്. പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി പോവാ. ശനി ഞായറും ലീവ്. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിന്റെ കളി. ഏതാക്കിട്ട് കുറച്ചേരം ഇതാക്കിയിട്ട് എന്തായാലും കൊണ്ടുപോകും. ഒരു ചെറിയ കടിയായിട്ട് കുറച്ചേരേ ഇത് തിന്ന് TV കണ്ടോ. 5 മിനിറ്റ് ഞാൻ ബാത്റൂം പോയി വരട്ടെ മേലെ പോയിട്ട് കേട്ടോ. എന്താണ് എന്തേ ഇപ്പൊ എനിക്ക് സ്കൂൾക്ക് പോണോ? നാളെ ഇല്ലല്ലോ. നടക്കുന്ന എനിക്ക് നഴ്സറിക്കും പോവാം. കണ്ട എൻ്റെ കുട്ടിക്ക് മടിയാണ് സാധനമല്ല. ഇപ്പം എൻ്റെ വിചാരം എന്തായിരുന്നു ഓനെ വിളിച്ചാല് ഓനെ സ്കൂളിൽ നിന്ന് കൊണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം എനിക്ക് എന്താ മനസ്സിലായത് അബ്രോ? സ്കൂളിൽ ലീവില്ലാന്ന് മാത്രമേ ഉള്ളൂ. സ്കൂൾക്ക് പോകാതെക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഹാപ്പി അല്ലേ? എന്നോട് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. ആ പാലിണ്ടല്ലേ അവിടെ വെക്കല്ലേ? ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഉണ്ടോ? പോവല്ലെന്നാ പറ്റിയ ട്രൗസർ കുപ്പായോ കേട്ടോ. ഇപ്പളാ നഖം മുറിച്ചാ നിക്കണത്. അടി നമ്മളെ അയലോകത്തെ താത്ത കൊണ്ടുവന്നാണ് ഗൈസ്. നമുക്ക് ചക്കയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ അയലോക്കാർ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അവിടുത്തെ ആ പെരീസ് 2 നിലത്തെ പെരീത്തെ ചക്ക 2 ദിവസം വെച്ചാ പഴുക്കും. വാ ഹാപ്പി അല്ലേ? ചിരിച്ചാണ്ടല്ലേ പോണ സ്കൂൾക്ക്? അത് പോയട്ടോ. എന്താ ബെല്ലിന്റെ സ്വിച്ച് തരണ്ടോ? ഓനും ഇപ്പൊ പോകുന്നു നഴ്സറിക്ക് കേട്ടോ. അപ്പൊ വരട്ടോ. ചായ കുടിച്ചിട്ടില്ലല്ലോ. പോലെ ബ്രോ ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ട് പോലെ ഹാപ്പി അല്ലേ? അങ്ങനെ ഗൈസ് അവസാനം നമ്മുടെ അബ്രു കീഴടങ്ങി. ഞാൻ പിടിച്ച നടക്ക് അബ്രു കീഴടങ്ങിയില്ലേ? ഇതാണ് നമ്മളെ അബ്രു സ്കുട്ടിൻ്റെ സ്കൂൾ കേട്ടോ. ഇബ്രുക്കെ അവിടെയാണ്. ഇവൻ LKG അല്ലേ? LKG ഇബ്രു. അപ്പോൾ ഇപ്പം പെരും കരച്ചിലേ നിന്ന് നിന്റെ കുട്ടി LKGക്ക് പോകുകയാണെങ്കിലേ മടിയൊക്കെ മാറി നല്ല ചിരിച്ച് കളിച്ച്. ഇതെന്തിനാ അറിയോ? ഇങ്ങോട്ട് നോക്ക്. ഇജ്ജ് വലുതാവുമ്പോഴേ കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉണ്ടാണ്ട്. A+ ഒന്നും വാങ്ങണ്ടേ ഇജ്ജ്. സ്കൂൾക്ക് ഇങ്ങനെ ഡെയിലി വന്ന് ഒരു 10ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു ബുദ്ധി വെക്കും കേട്ടോ. അതിനാണ് കേട്ടോ. അല്ല അപ്പച്ചിൻ്റെ കുട്ടീനെ അടങ്ങാറാക്കാനൊന്നുമല്ല കേട്ടോ. അന്നന്ന് പറഞ്ഞയച്ചിട്ടില്ല. അത് ഡിഗ്രിക്ക് എന്ത് പോരില്ല. മനസ്സിലായോ? അങ്ങനെ ഗായ്സ് അബ്രുവിനെ നമ്മൾ സ്കൂളിലാക്കി കൊടുത്ത് LKGയിലാക്കി കൊടുത്ത് ഇനിയിപ്പോൾ ജിബ്രാൻ അംഗൻവാടിക്ക് പോകണം. ഇതാണ് കുട്ടി. കണ്ടു പഠിച്ചോളി. ഒരു മടിയില്ല, ഒരു സങ്കടമുള്ള, ഒരു നൊലോളിയില്ല. ഞങ്ങളപ്പോൾ വിട്ടു നിന്നാലൊരു മിസ്സിങ്ങും ഇല്ലാത്തൊരു മനുഷ്യൻ. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. ടീച്ചർ ബേബിയെ ഇതൊക്കെ ഇപ്പം തന്നെ കണ്ട് ശീലിച്ചോ നൊലോളിച്ചോ എന്ന് കരുതിയിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ ലൈഫിൽ കേട്ടോ. കൊഞ്ഞാളം ചെറുക്കൊന്ന് കൊടുത്തോളെ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാൻ മേത്തേക്ക് തുപ്പുക. അത് എൻ്റെ ചാനലിക്ക്, എൻ്റെ യൂട്യൂബ് ചാനലിക്ക് തുപ്പാലോ പരിപാടിക്ക്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഇതാക്കിയാണ്ടല്ലോ. അപ്പം എൻ്റെ ജിബ്രാനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജിബ്രാൻ അനക്കാക്ക് വരുന്നുണ്ടല്ലേ? ജിബ്രാൻ കുട്ടിക്ക് ഇപ്പോൾ പുതിയ ബാഗ് വാങ്ങിക്കണേ, കൊട വാങ്ങിക്കണേ, വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണേ, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ആയിട്ടാണ് എൻ്റെ കുട്ടീന്ന് അംഗൻവാടിക്ക് പോണത് അല്ലേ? നിങ്ങളൊക്കെ അംഗൻവാടിക്ക് പറഞ്ഞേക്കാത്തതുകൊണ്ടാണ് ഓൾക്ക് ഇത്രയൊക്കെ മടി. ഔദനൊക്കെ ഒരു പെട്ടെന്ന് LKGക്ക് നേരിട്ട് പോണോണ്ടാണ്. അപ്പം ഇനി കുറച്ച് ദിവസം അംഗൻവാടിയിലൊക്കെ നിന്നാണ്ടൊന്ന് പദം വരട്ടെ കേട്ടോ. ഇപ്പച്ചിനെയും മെച്ചിനെയൊക്കെ ഒന്ന് വിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആര് അപ്പൊ ഞമ്മക്കിപ്പോ ഇപ്പൊ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് നിങ്ങൾ ആ കുട്ടീനെ ഇടങ്ങേറാക്കിയത്, അടിച്ചത്, ഇന്ന് കൊണ്ടുവന്നാക്കി, ഒരു ദിവസത്തെ ക്ലാസ് അല്ലേ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും കുഞ്ഞോളെ.
കമന്റ്സിലൊക്കെ സെന്റിമെന്റൽ ഡയലോഗ് അടിച്ചാണ്ട്. അതെ, അവിടെ അങ്ങനെ നിക്കാൻ പാടില്ല. അതായത് മക്കളുള്ളവർക്ക് അറിയാം പോലെ കൊണ്ടെടുക്കാനും നോക്കാനൊക്കെ. മക്കളില്ലാത്തപോലെ അല്ല കേട്ടോ, ചില ആൾക്കാർ മക്കളില്ല ആൾക്കാരും ഇങ്ങനത്തെ കമന്റ് ഒക്കെ പറയും. അപ്പൊ നമ്മൾ കുറ്റം പറയില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടികൾ വാശി പിടിച്ചിട്ട് ഓനെ ഇന്ന് ഞാൻ വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓനതൊരു മൈൻഡിൽ എന്ത് ചെയ്യും, ഓന്റെ മെമ്മറിയിൽ അത് ഇതാക്കി വെക്കും. കരഞ്ഞങ്ങാണ്ട് നേടിയെടുക്കുക എന്നുള്ളൊരു ചിന്ത വന്നാ പിന്നെ അത് എന്നും കരച്ചിലേക്കാരം. പിന്നെ ഇതേപോലെ എന്ത് ചെയ്യും, ഓൻ മനഃപൂർവ്വം കൊറേ കുട്ടികളുണ്ട്, അതുപോലെ ശ്രദ്ധിക്കണ്ടേ നിങ്ങള് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇവിടെ തോനെ കുട്ടികളിൽ കുറച്ച് കുട്ടികളിൽ നല്ല മാതാപിതാക്കളാവുക എന്നുള്ളതാണ്. കുട്ടികളെ തല്ലണോലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നോലോ ഒരിക്കലും ഓലോട് സ്നേഹമില്ലായിട്ടല്ല, ഓലോടുള്ള സ്നേഹം കൊണ്ടാണ്. മഴ പെയ്തോട്ടെ. അപ്പോൾ ഓലോടുള്ള സ്നേഹം കൊണ്ടാണ്. അതായത് ഓല് നമ്മളിപ്പോൾ ഒരു കുട്ടി കളിപ്പാട്ടത്തിന് കരയുകയാണെങ്കിൽ കരഞ്ഞാലും വാങ്ങിക്കൊടുക്കരുത്. അതായത് ഓനെ കരഞ്ഞാൽ കിട്ടുന്ന ഓൻ്റെ മൈൻഡിലായാലും പിന്നെ വലുതായാലും ഓല് കൊഞ്ചിങ്ങോണ്ടേ കാരം അതിന് കരച്ചിലും പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളെ കരഞ്ഞ് കഴിഞ്ഞിട്ടും വാങ്ങിക്കൊടുക്കാതെ പെരേക്ക് കൊണ്ടാക്കി പിന്നെ നിങ്ങളൊരു സർപ്രൈസ് ആയിട്ട് വേണമെങ്കിൽ കൊടുത്തോളി, അത് പ്രശ്നമല്ല. പക്ഷെ കരഞ്ഞുങ്ങാണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തിയറി ഉണ്ടല്ലോ, അത് ഓൽക്ക് എന്ത് ചെയ്യാനാക്കരുത്, അതുപോലെ പഠിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് മഞ്ഞ കുടയൊക്കെ ഉണ്ടേ, കുട്ടികൾക്കൊക്കെ കുട വാങ്ങിയോ പോക്കും വേണം പോലെ കുട ഇതെത്താ ചെയ്യുക ഗൈസ്. കുട്ടികളുടെ ഓള്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളായാലും ഇനിയിപ്പോൾ പെണ്ണുങ്ങളായാലും തല്ലണ്ടടുത്ത് തല്ലണം, ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണം, ഉമ്മ കൊടുക്കേണ്ടടുത്ത് ഉമ്മ കൊടുക്കണം, കെട്ടിപ്പിടിക്കേണ്ടടുത്ത് ഞാൻ കുട്ടികളെ കാര്യമായിട്ട് പറയണത്. എന്താ ഇനിയിപ്പോൾ ഇങ്ങനെ ആരാക്കണ്ട, പെണ്ണുങ്ങളെ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കരുതിപ്പോളി എല്ലാം പോലെ ഈറ അടിച്ചു അല്ലേ ജിബ്ര? അപ്പോൾ എല്ലാം വേണം. അല്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ തല്ലാറേ ഇല്ല, എൻ്റെ കുട്ടികൾ വളരെയധികം തച്ച് വളർത്തണം എന്ന് ഞാൻ പറയണില്ല. പക്ഷെ തല്ലിയിട്ടും കൊഞ്ചിച്ചിട്ടും ലാളിച്ചിട്ടും ഉമ്മ കൊടുത്തിട്ടും ഒക്കെ വളർത്തണം. അതായത് ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതാണ്, ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഫുള്ള് സ്ട്രിക്റ്റ് അല്ല, എന്നാൽ ഫുള്ള് അയച്ചു വിട്ടുകൊണ്ട് സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യത്തിനെ കൊണ്ടുള്ളൊരു ഒരു വല. സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷെ ഓൾക്ക് മുകളിൽ ഇതിൻ്റെ ഒരു വല ഉണ്ടാവും. ഞാനിങ്ങനെ മീൻ പിടിച്ചിട്ട് അതിൻ്റെ എറിയലാണ്. അതിൻ്റെ ഉള്ളിൽ ഓൾക്ക് എന്തും ചെയ്യാം. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് കിടക്കണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മളൊരു സിസ്റ്റം. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മൂഡ് ഓഫാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മളെ ഇവിടെ അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടം നടന്ന് 250 ആൾക്കാർ മരിച്ചു. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതാണ്. നമ്മൾ എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക, ഹാപ്പിനെസ് കണ്ടെത്തുക, നമ്മളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് നല്ലപോലെ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഈ വേറെല്ലാ ആളുകളെ കുറ്റവും പറഞ്ഞ അസൂയയും കുശുമ്പും കുടുംബത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഇതാക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പഠിക്കല്ലോ കുഞ്ഞോളെ. അതല്ലേ ഒരു മനുഷ്യന് വേണ്ടത്. ഈ കുറഞ്ഞ ലൈഫിൽ 5 നിമിഷം കൂടി 5 സെക്കൻഡുകൾക്കുള്ളിലാണ് 250 ആൾക്കാർ മരിച്ചത്. അപ്പോൾ അത്ര ആലോചിച്ചാൽ മതി. അതായത് കുറേ പ്രതീക്ഷകളും കുറേ ആലോചനകളുമായിട്ട് ഒരു കുടുംബത്തിൽ നിന്നൊക്കെ പല ആളുകളും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ഉള്ളവരുണ്ടാവും, കുട്ടീനെ കാണാൻ പോണവരുണ്ടാവും, മാപ്പിളനെ കാണാൻ പോരുന്നവരുണ്ടാവും, പെണ്ണുങ്ങളാരെ കാണാൻ ഉമ്മാനെ കാണാൻ പോണവരുണ്ടാവും, മക്കളെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഒരു ഇത് ഒറ്റയടിക്ക് ഇല്ലാതെ വേണം. അപ്പോൾ ഓരോക്കെ പ്ലാൻ എന്തേക്കും ഒന്ന് സെറ്റിൽഡ് ആയിട്ട് നേരം വൈകിട്ട് അതല്ലേ ലാസ്റ്റ് ഒരു സെൽഫി എടുത്തും കണ്ട് അയച്ചാ ലാസ്റ്റ് സെൽഫി ഉള്ളതുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ പാടുള്ള. അപ്പൊ അതാണ് പറഞ്ഞത്. അതായത് ജനങ്ങള് നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലുള്ള അധികം ആൾക്കാരും വിചാരം എന്തേക്കാരം നാളെ അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ നാളെ സന്തോഷിക്കുക, നാളെ ലൈഫ് നല്ല ലൈഫ് സൂപ്പറാവും. അങ്ങനെയല്ല, നമ്മൾ ഇന്നെന്താണോ ഇതടിച്ചു പൊളിക്കുക. നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മളെ ഫാമിലിക്കാണ്. അതായത് നമ്മളെ ഉമ്മ ഉപ്പ വൈഫ് കുട്ടികൾ ഇവർക്ക് മുൻഗണന കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കച്ചറൊക്കെ വേണം. അല്ലാതെ വെറും ഇങ്ങനെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ഇതല്ല, എല്ലാം ഉണ്ടായിട്ട് അത് പക്ഷേ നല്ല കളറാക്കിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ സന്തോഷം ബിൽഡ് ചെയ്യണം. നമ്മളെ സന്തോഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊണ്ടുവരണം. അവിടെയാണ് നമ്മൾ വിജയിക്കണത്. ഇപ്പം നമുക്ക് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നിയാൽ അപ്പം കൊടുക്കുക. അതിന് എനിക്കിപ്പോൾ നിങ്ങളിങ്ങനെ ഇനിയിപ്പോൾ ബലം എന്തൊക്കെ കമൻറ്റിൽ ഉസുറും പുള്ളില്ലാത്തൊന്ന് കമൻറ്റ് വരുമോ, എനിക്ക് മത്തയ്യടാ നമ്മളെ സന്തോഷം എൻ്റെ സന്തോഷം അത് ഞാൻ ഉണ്ടാക്കണം, നമ്മളെ സന്തോഷം നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ ഗായ്സ്,
അപ്പോൾ ഇന്ന് ഫുള്ളൊരു ഉപദേശ വ്ളോഗായി എന്ന് വിചാരിക്കരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷനായപ്പോൾ പറഞ്ഞോളൂ. പിന്നെ നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ പറഞ്ഞോളൂ. അതേപോലെ തന്നെ കമൻസ് ഇടാൻ മറക്കരുത് അല്ലേ. ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം കമൻസ് വളരെ കുറവാണ്. ഒന്നാമത് ഞാൻ ആദ്യം കമൻസിനോട് മൈൻഡ് ചെയ്യലില്ലായിരുന്നു. അന്നൊക്കെ കുറേ കമൻറ്റ്. ഇപ്പോൾ നമ്മൾ കമൻസും കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലേ. എന്താണ് ഒന്ന് താഴ്ത്തിട്ടാണ്, അപ്പോൾ അത് തട്ടിത്താണ് ചിലപ്പോൾ വണ്ടി അത് ടാപ്പ് ഒട്ടിക്കാൻ പറയുന്നുണ്ട്. അത് ശരിയാണ്. അങ്ങനത്തെ നല്ല നല്ല അഭിപ്രായങ്ങൾ, പിന്നെ നമ്മളെ വ്ളോഗിനെ കുറിച്ച് അഭിപ്രായങ്ങൾ, പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തില്ല, നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് യൂട്യൂബിൽ ഞാനൊരു വിസ്മയം തീർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ മുതൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാലം നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ആക്റ്റീവായി നിന്ന് പിന്നെ ഒന്ന് ഇനാക്റ്റീവായി കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ കുറവായി. ഇപ്പോൾ ഒരു 2-3-4 മാസമായിട്ട് വളരെ കുറവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അൻഷിഫിൻ്റെ വീളയാട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ സന്തോഷം, എൻ്റെ പാഷൻ. അതെ ഫുള്ള് ബിസിയായി. കുറേ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡിൽ ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മളെ പാഷൻ എന്താണ്, നമ്മളെ സന്തോഷം എന്താണ്, അതിൻ്റെ പിന്നാലെയാണ് ഞാൻ അൻഷിഫ് മൂനിക്കൽ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും പറയലേ, ഞാൻ അല്ലാത്ത ഗ്യാപ്പിൽ ഗോൾ അടിക്കാതെ നോക്കിയിട്ട് എല്ലാ വ്ളോഗേഴ്സിനോടും പറയലേ, അൻഷിഫ് മൂനിക്കൽ വിൽ ബാക്ക്. അങ്ങനെ ഗൈസ് നമ്മളെ അബ്രു സ്കൂൾക്ക് കൊണ്ടാക്കില്ലേ, എന്നാലും ഒളിച്ചിട്ടാണെങ്കിൽ അവനെ കൊണ്ടാക്കി. ഇനിയിപ്പോൾ ജിബ്രാനാണ് അടുത്ത നമ്പർ. അപ്പൊ ജിബ്രാൻ അംഗൻവാടി കൊണ്ട്, പക്ഷെ ഇവന് മടിയും കാര്യങ്ങളൊന്നും ഇല്ലേ. ബസ്സിന്ന് പനില്ലേ എന്ത് 3 ലക്ഷം ഉറുപ്പ്യാണേ. അസ്സലാമലൈക്കും അടിക്കാം. കൊട വിടാൻ അറിയില്ലല്ലേ. എന്നായിക്കോട്ടെ ജിബ്രാനെ മുറുക്കി പിടിച്ചോ, മുറുക്കി പിടിച്ചോ. ടാറ്റൊക്കെ പിന്നെ കാണിക്കാം. ശ്രദ്ധിക്കാടാ കുട്ടീനെ, പതുക്കെ പോ. ചായക്കെന്താ കടിയല്? വേഗം കൊണ്ടാ. ഞാൻ എന്താ അങ്ങോട്ട് നടക്കണ്, ഇങ്ങോട്ടാണ് ആക്കാം ഇങ്ങട്ടാ. നല്ല മഴയത്ത് പുലിക്ക കൂളിടുന്നു കാർപ്പുറത്തേക്ക്. നമ്മളൊറ്റക്കല്ലേ രസം വീടുകളെ, രസല്ലേ. ഇതിനാണ് ഗൈസ് ഞങ്ങളെന്തിനാണ് സ്കൂൾക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഒറ്റക്കായാലേ രസമുള്ളൂ. പക്ഷെ അഞ്ചുകൂടി വലുതായിട്ട് LKG പിന്നെ ഞങ്ങൾ കണ്ടാളോ ഒറ്റക്ക്. നല്ല രസിക്കാരല്ലേ, നല്ല മഴ, നല്ല ഒറ്റക്കും, നല്ല തണുപ്പും, നല്ല പുതപ്പും. ഗൈസ് അങ്ങനെ കുഞ്ഞോള് ചായ കുടിക്കാൻ പോവാണ്. കുഞ്ഞോളുടെ ഭക്ഷണക്രമം നോക്കൂ. ABC ജ്യൂസ്, ഒരു അപ്പം, 2 കോഴിമുട്ട, കുട്ടികളുടെ സോയാബീൻ പൊരിച്ചത്, 2 കോഴിമുട്ട. നമുക്ക് കാഴ്ചക്കുറവാ അല്ലേ ടീഷ ബേബിയെ? അല്ലേ ടീഷ ബേബിയെ? കാഴ്ചക്കുറവല്ലേ മെച്ചിക്കനക്കൊക്കെ? കുട്ടികളൊക്കെ പാൽ കുടിക്കല്ലേ, അപ്പൊ ഉണ്ടാവും. പിന്നെ ഞാൻ പിന്നെ ജിമ്മിന് വന്നോണ്ട് ഞാൻ 3 കോഴിമുട്ട കഴിക്കും. അതിലൊരു കോഴിമുട്ട ഫുള്ളും കഴിക്കും, 2 കോഴിമുട്ട വെള്ളയും കഴിക്കും. ഫാറ്റ് കട്ട് ചെയ്യും. പിന്നെ ABC ജ്യൂസ്, നമ്മളെ ABC നാക്കോൻ്റെ ABC ജ്യൂസ് കേട്ടോ. ഇതൊരു പാലിൻ്റെ ഒരു ഗ്ലാസ്, ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചാൽ പൊടിയും. പിന്നെ അപ്പത്തിനാണ് അന്നൊന്നും ഒരു മാറ്റമില്ലാത്തത്. നല്ല രസമായിക്കാറില്ല മിസ്സയും കാര്യങ്ങളൊക്കെ കുഞ്ഞോളുണ്ടാക്കിയാൽ. അത് കഴിക്കട്ടെ. നല്ല മഴ അല്ലേ നിങ്ങളെ പുറത്ത്? പെരും മഴ, കാറ്റ്, കാറ്റ്. ഐ ലവ് യു കാറ്റ്, ഐ ലവ് യു മഴ. ഐ ലവ് യു കാറ്റില്ലട്ടെ ഗൈസ്, ഐ ലവ് യു മഴ ഓൺലി, ഐ ലവ് യു മഴ. എടീ ചക്കുള്ളിൽ കൊണ്ടുവച്ചില്ല ഞാൻ പിന്നെ പഴുക്കൂല കേട്ടോ. ഞാൻ എന്നോട് ആൾ മാറുന്ന ചീറ്റലാണ് ഈ തെറിച്ചണേ. ക്യാമറ മങ്ങിയിരിക്കണേ. ഞാൻ എൻ്റെ ട്രൗസറിൽ തുറക്കട്ടെ. ട്രൗസറിൽ തുടക്കുന്നുണ്ട്. നിങ്ങളെ മുഖത്ത് തട്ടിയാവല്ലേ, സബ്സ്ക്രൈബേഴ്സിന് മുഖത്ത് തട്ടിയാവും എൻ്റെ ട്രൗസർ. എന്ത് എന്റെ ട്രൗസർമ തട്ടിയാലോ? എന്താ അത്ര മോശാടി? എന്താ ചോറുണ്ടോ കുഞ്ഞോളെ? ചോറ് കൊണ്ടിരിക്കണോ? എന്താ കൂട്ടാൻ സ്പെഷ്യൽ? എന്താ വെജോ? എന്തൊരു വെജ്? എന്റെ കുഞ്ഞോള് ഉണ്ടാക്കിക്കണോക്കാണ്. നോക്ക് തീരെ വെജ് അല്ലേ? ഉണ്ടാക്കിയ ഫുള്ള് വെജാ. മുരിങ്ങാത്തോളിപ്പ്, മുരിങ്ങാത്തോരൻ, ചെറുപയറുപ്പേരി, ചമ്മന്തി. ഇത് പിന്നെ മതി, ഇത് മതി, ശരിക്കും മതി അല്ലേ?
ഇന്ന് നിങ്ങള് നമ്മളെപ്പോഴും കൂടിന്നാ ഞാൻ വേഗം ചോറും കേട്ടോ മണിക്കുമായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങാൻ പറയണ്ടേ കുട്ടികളോട് കുട്ടികളെ കണ്ടല്ലോ. അങ്ങനെ ഗായ്സ് നമ്മുടെ ജിബ്രാൻ സ്കൂൾ വിട്ട് അംഗനവാടി വിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ജിബ്രാൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട്, ഇത് നമ്മളെ ഏൽപ്പിച്ച ഓട്ടോറിക്ഷ കേട്ടോ. ഈ ഓട്ടോറിക്ഷ നമ്മളെ ഏൽപ്പിച്ചാണ് അംഗനവാടിക്ക് കൊണ്ടുവരാന്. റൈസ് ഒന്നും തിന്നില്ല. ഇബ്രാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായോ? കുട്ടികളാണല്ലേ നിങ്ങള് രണ്ടെണ്ണം പാടെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ നിന്നത് പറഞ്ഞു ടീച്ചറേ എന്ന് പറഞ്ഞേക്കണോ. ക്ലാസ്സിലെ ഏറ്റവും ആക്റ്റീവ് പോയത് രണ്ടാളുമാണ്. ആണോ? അതൊക്കെ നമ്മളെ കുഴിച്ചപ്പോ കേട്ടാണ് പറഞ്ഞേക്കാൻ. അല്ല അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതെല്ലാരും പറയണ തന്നെയാണ്. പാരന്റ്സ് മീറ്റിംഗിൽ ചെല്ലുമ്പോഴേ അല്ലെന്ന് ബിരിയാണി കണ്ടിരുന്നോ? ഞാനും ഓളോട് ഓളിഞ്ഞോട് നിങ്ങൾ പോയി കൊണ്ടുവരും. ഞാൻ പറഞ്ഞു കാർ എടുക്കാൻ സർവീസ് ചെയ്ത് മണ്ണ് മാന്തിയിട്ടില്ലേ? മഴയപ്പോ ആകെ ഞാൻ വരണ്ട് എന്റെ പേരെന്താ കാട്ടിക്കണൊക്കെ വരണ്ട്. ആകെ മാന്തി വൃത്തികേടാക്കിട്ടിരിക്കണേ. എപ്പോഴും വരാ. ബിരിയാണി അടുത്തായിട്ട് ചിക്കൻ കടയിൽ ചിക്കൻ ഇന്ന് ബിരിയാണി ഇല്ല. ഇനി ഇന്ന് ചോറും കൂട്ടാനും ഉണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടോന്നുണ്ടോ ചോദ്യം പാത്രത്തിൽ? എന്നാ ചായക്കടി എന്റെ ഉപ്പുമാവും കൂട്ടിട്ടാട്ടോ. ഇതില് മറ്റേ പാത്രം ഉണ്ടോ നോക്കുന്നത്. അപ്പൊ ചോദ്യം പാത്രം ഉണ്ടോ നോക്കുന്നത്. അതിലുണ്ട് അറിഞ്ഞ ഇതൊക്കെ ചെയ്തിരുന്ന് ജിബ്ര അവിടെ നിൽക്കിടുന്ന ഞങ്ങളെ അബ്രൂനെയും ജിബ്രൂനെയും കൊണ്ട് അട്ടീഷ ബേബി അവിടെ. അപ്പൊ തോൽക്കത്തില്ല. ജത്തക്കോടയിൽ ജറ്റക്കട അതാ വരുന്നു എന്റെ കുട്ടികൾ, അതാ വരുന്നു എന്റെ കുട്ടികൾ. പോരി പോരി തള്ളി മക്കളും പോരി പോരി മഞ്ഞയും പച്ചയും കുടയുമായി കുട്ടികൾ ഇതാ വേദിയിൽ. റാഷിനാസിപ്പി വയറുവേദന ഉണ്ട്. മെച്ചിക്ക് ഭയങ്കര വയറുവേദനയാണ്. ആശുപത്രി കൊണ്ടുകൊണ്ടിരുവോ? എന്തേ എന്താ തന്നെ ചെറിയ കൊടേ ഓന്റെ ചന്തി നനയും ഓന്റെ തലയിൽ വെച്ചാല്. അനക്കിപ്പോ മനസ്സിലായില്ല എന്റെ നേക്ക് ആ കമ്പിമേലെ പിടിച്ചല്ലേ അങ്ങനെ വളക്കല്ലേ. കൊടക്കൊരു ഇതുണ്ട്. ഏറ്റവും നല്ല കൊടയാണ് എനിക്ക് വാങ്ങിക്കണം പോപ്പീസിന്റെ കേട്ടോ. ഏറ്റവും നല്ല കൊടയാണ് എനിക്ക് വാങ്ങിക്കണം പോപ്പീസിന്റെ കൊട. ഇത് നീളക്കൊട വേണ്ട പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കൊട വാങ്ങി. ഓക്കെ ഉപ്പുമാവും കൂട്ടി ചായ കുടിക്കാം നമുക്ക്. ആ തല ഇബ്രാഹിമേ ആ ആട്ടലിനേക്കാരം അവിടെ തട്ടല്. നാളെ എനിക്ക് ഓർമ്മല്ലേ ഇതേമാതിരി വലിയ തൊലിച്ചിങ്ങാണ്ട് തല ഇട്ടിട്ട് അതേ വേണ്ട എന്റെ കുട്ടിക്ക് വേണ്ടി വരും. ഇജ് ഇവനുണ്ട് എനിക്ക് മനസ്സിലായത്. അബ്രു സ്കൂൾക്ക് വന്നിക്കണെന്ന് എനിക്ക് മനസ്സിലായത് ടീച്ചർ പറഞ്ഞു. പക്ഷെ ഓൻ പോന്നിട്ടില്ലെങ്കിൽ എന്തായിട്ടപ്പോ പക്ഷെ എനിക്ക് അറിയിനിയോ ഓൻ വരുന്ന്. എനിക്ക് ബസ്സിൽ വന്നപ്പോഴോ അവനെ കണ്ടത്, വിട്ടപ്പോ സ്കൂൾ വിട്ടപ്പോഴോ അവനെ കണ്ടത്. എന്തേ എങ്ങനെ ഇതങ്ങനെ നോലോചിച്ചിട്ടാണ് അപ്പൊ കൊണ്ടാക്കിക്കണല്ലേ. അതുകൊണ്ട് എനിക്ക് എന്താ മനസ്സിലായത്? ശിശമോലെ നമ്മളോട് പറഞ്ഞു കേട്ടോ അബ്രു വരുമ്പോ ഞാൻ ഉറക്കണ്ട കുട്ടീനെ പറഞ്ഞത്.
പിന്നെ അറിയില്ല എന്റെ അൻപിന്റെ ഒന്ന് അൻപിന്റെ എന്താ ആർക്ക് സർപ്രൈസ് വേണ്ടേ സ്കൂളിൽ തന്നിട്ട് ആണോ സർപ്രൈസ് ആണോ കുനാഫ ആ പഞ്ഞിണ്ടാവും കുനാഫ എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നോ എന്നും സ്കൂൾക്ക് നല്ലപോലെ പോണ കുട്ടികൾക്കുള്ള ഇത് തരിക മനസ്സിലായോ ഇനി എന്നാലും ഒഴിച്ചോ അപ്പൊ ഇതാണ് ചോക്കോ ക്യാൻഡി കുനാഫ കേട്ടോ ചോക്കോ ക്യാൻഡി അല്ലേ ഇത് ചോക്കോ ക്യാൻഡി ആ പിന്നെ ഫെക്സ് ഉണ്ട് ആ ഫിക്സ് ഫിസ്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇത് മൂന്നും ദുബായ് ഒറിജിനൽ ചോക്ലേറ്റ് ആട്ടോ അപ്പൊ ഞാൻ താഴെ വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുക അതായത് കേടില്ലാത്ത നല്ല ഒറിജിനൽ അസ്ലി ചോക്ലേറ്റ് അല്ലേ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കുന്ന സാധനമാണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയാട്ടെ നമ്മള് ഇതുണ്ട് ഇതുണ്ട് പിസ്താച്ചിയോ കുനാഫ ഇതാണ് നിങ്ങള് ഫില്ലിങ് കണ്ടോ ഇതിന്റെ കാണുമ്പോ തന്നെ ഇങ്ങനെ ഈ ഫില്ലിംഗ് ഒക്കെ കാണുമ്പോ തന്നെ കടിച്ചു മുറിച്ച് തന്നാണ് അല്ലേ